ആയിക്കോട്ടെ, ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. ഒന്നും പറയാനില്ല. വിശ്വാസവഞ്ചന ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറയുന്നില്ല, അതിനെ പറ്റിയൊക്കെ ഒന്നും പറയാനില്ല. ശ്വേതാ മേനോനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്ന വിഷയത്തിൽ അത് ഓഡിയോ ലീക്കായതല്ല, കൃത്യമായി റിലീസ് ചെയ്തതാണ് എന്നാണ് നടൻ രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ സംഭവത്തിൽ തനിക്ക് ഒന്നും പറയാനില്ല എന്നല്ല, മറിച്ച് വലിയ രീതിയിൽ വ്യക്തിപരമായ വിഷമമുണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് അബദ്ധത്തിൽ ലീക്കായതല്ല, ഓഡിയോ പരിശോധിച്ചാൽ ഇത് ആരാണ് പുറത്തുവിട്ടത് എന്ന് വ്യക്തമായി മനസ്സിലാകും. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ വേണ്ടി തനിക്ക് വലിയ സൗഹൃദമുണ്ടായിരുന്ന ഒരാളോട് നടത്തിയ സ്വകാര്യ സംഭാഷണമാണ് ഇത്. അത് ഇത്തരത്തിൽ പുറത്തുവിട്ടതിൽ കടുത്ത വിഷമമുണ്ട്. ഈ ഓഡിയോ വിവാദത്തിനും ഹഡോ കമ്മിറ്റിക്കെതിരെ കോടതിയിൽ നിന്ന് താൽക്കാലിക സ്റ്റേ വന്നതിനും പിന്നാലെ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം താൻ രാജിവെച്ചത്. താരസംഘടനയായ അമ്മയുടെ ആഭ്യന്തര തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99.